അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരുപാട് പരീക്ഷണങ്ങളിലൂടെയാണ് ഓരോ മനുഷ്യനും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ജീവിതത്തിലെ പ്രാരാബ്ദങ്ങൾക്കിടയിൽ നിരവധി ദുഃഖങ്ങളും പ്രയാസങ്ങളും ഏതൊരു മനുഷ്യനും നേരിടേണ്ടി വരും. ആ ഘട്ടങ്ങളിൽ പൂർണ്ണമായ സമാധാനവും മനസ്സുഖവും ആനന്ദവും ലഭിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ സുന്ദരമായ ഒരു പ്രാർത്ഥന നമുക്കായി പഠിപ്പിച്ചു തന്നു. ജീവിതത്തിൻ്റെ ടെൻഷൻ നിറഞ്ഞ സമയങ്ങളിൽ ഒരു മുഅ്മിൻ അത് പറയുകയും ആത്മാർത്ഥമായി അത് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇടപെടൽ സന്തോഷ സാഹചര്യങ്ങളൊരുക്കി ആനന്ദമൊരുക്കി ഉണ്ടാകും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഒരൽപ്പം ദീർഘമായൊരു പ്രാർത്ഥനയാണതെങ്കിലും ഒരുപാട് ആശയം അതിൻ്റെ ഉള്ളിൽ ഒരു മുഅ്മിനിന് കുളിരേകുന്ന രൂപത്തിൽ നിറക്കപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രാർത്ഥന പഠിപ്പിച്ചത് ഇപ്രകാരമാണ്: അല്ലാഹുമ്മ ഇന്നി അബ്ദുക് ഇബ്നു അബ്ദിക് ഇബ്നു അമതിക്. അതിൻ്റെ ആദ്യഘട്ടം അങ്ങനെയാണ്: അല്ലാഹുവേ, ഞാൻ നിൻ്റെ ദാസനാണ്, നിൻ്റെ ദാസൻ്റെ മകനാണ്, നിൻ്റെ ദാസത്തിയുടെ മകനാണ്. ഒരു മനുഷ്യൻ്റെ ഉബൂദിയത്ത് അഥവാ എത്രത്തോളം അള്ളാഹുവിന് അവൻ വിധേയപ്പെടണം എന്നുള്ളത് ബോധ്യപ്പെടുത്തുന്ന വാചകങ്ങളാണത്. ഇത് പറഞ്ഞതിന് ശേഷം പിന്നെ പറയുന്നത് നാസുയത്തി ബിയദിക്, എൻ്റെ ചിന്താമണ്ഡലങ്ങൾ മുഴുവനും, എൻ്റെ ചിന്താമണ്ഡലം അല്ലെങ്കിൽ എൻ്റെ കുടുംബ നിൻ്റെ പക്കലാണ്. മാലിൻ ഫിയ ഹുക്കുമുക്ക്, എൻ്റെ ഭാവി അള്ളാഹുവെ നിൻ്റെ വിധിയിലാണ്. അദ്ലും ഫിയ ഖലാഉക്ക്, എൻ്റെ കാര്യത്തിലുള്ള നീതി അള്ളാഹുവെ നിൻ്റെ ഖലായിലാണ്, നിൻ്റെ തീരുമാനത്തിലാണ്. അസ്അലുക ബിക്കുല്ലി ഇസ്മിൻ ഹുവലക. അതിനുശേഷം പറയുന്ന വാചകവും വളരെ പ്രാധാന്യമുള്ള വാചകമാണ്. അഥവാ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അസ്മാ ഉൽ ഹുസ്ന കൊണ്ട് ചോദിക്കൂ എന്ന് ഖുർആൻ കൽപ്പിച്ചതാണ്. വലില്ലാഹിൽ അസ്മാ ഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹ. ഇത് പ്രവാചകൻ പറഞ്ഞതാണ്, പഠിപ്പിച്ചതാണ്. അഥവാ അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങൾ കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ആ കൽപ്പനയെ മാനിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഇസ്മുകൾ കൊണ്ട് ചോദിക്കുകയാണ്: അല്ലാഹുമ്മ ബിക്കുല്ലി ഇസ്മിൻ ഹുവലക. റബ്ബേ, നിനക്കുള്ള എല്ലാ നാമങ്ങൾ മുൻനിർത്തിയും ഞാൻ നിന്നോട് ചോദിക്കുന്നു. സമ്മൈത ബിഹി നഫ്സക്, ആ നാമങ്ങൾ നീ നിനക്ക് നൽകിയതാണ്. ഔ അൻസൽതഹു ഫി കിതാബിക്, അതല്ലെങ്കിൽ നീ നിൻ്റെ കിതാബിൽ അവതരിപ്പിച്ചതാണ്. ഔ അല്ലംതഹു അഹദം മിൻ ഖൽഖിക്, അല്ലെങ്കിൽ നിൻ്റെ ഏതെങ്കിലും അടിയാറിന് നീ പഠിപ്പിച്ചതാണ്. അവിസ്തഅ്സർത ബിഹി ഫി ഇൽമിൽ ഗൈബി ഇൻദക്, അതല്ലെങ്കിൽ ആർക്കും അറിയിക്കാതെ നിൻ്റെ ഇൽമുൽ ഗൈബിൽ അദൃശ്യജ്ഞാനത്തിൽ നീ ഒളിച്ചു വച്ചതാണ്. ഈ നിലക്കുള്ള ഏതെല്ലാം നാമങ്ങൾ നിനക്കുണ്ടോ ആ നാമങ്ങൾ കൊണ്ട് നിന്നോട് ഞാൻ ചോദിക്കുന്നു. ചോദിക്കുന്ന വിഷയമാണ് പ്രധാനം. ചോദിക്കുന്ന കാര്യം അൻത ജഅലൽ ഖുർആന റബീഅ ഖൽബി വനൂറ സ്വദീരി വജലാഅ ഹുസ്നി വദഹാബ ഹമ്മി. അല്ലാഹുവേ, നീ അവതരിപ്പിച്ച പരിശുദ്ധ ഖുർആൻ, ഉമ്മുൽ കിതാബ് എന്ന് പറയാൻ കഴിയുന്ന എല്ലാ വേദങ്ങളുടെയും, അല്ലെങ്കിൽ ഉമ്മുൽ കുതുബ്, സമാവിയായ ആകാശബന്ധിതമായി അവതരിപ്പിക്കപ്പെട്ട സർവ്വവേദഗ്രന്ഥങ്ങളുടെയും ഉമ്മ എന്ന് പറയാൻ കഴിയുന്ന നൂറായ പ്രകാശമായ ഈ വിശുദ്ധ ഖുർആനിനെ എൻ്റെ കൽബിൻ്റെ വസന്തമാക്കണമേ അല്ലാ. അൻത ജഅലൽ ഖുർആന റബീഅ ഖൽബി, വിശുദ്ധ ഖുർആനിനെ എന്ന മഹത്തായ ഗ്രന്ഥത്തെ, ആ കലാമിനെ അല്ലാഹുവേ എൻ്റെ ഹൃദയത്തിൻ്റെ വസന്തമാക്കണമേ. വനൂറ സ്വദിരി, അതെൻ്റെ ഹൃദയത്തിൻ്റെ വിളക്കാക്കണമേ. മാത്രമല്ല വജലാഅ ഹുസ്നി വദഹാബ ഹമ്മി, എൻ്റെ എല്ലാ ക്ലേശങ്ങളെയും, എൻ്റെ എല്ലാ മനോദുഃഖങ്ങളെയും, അതുപോലെ തന്നെ എല്ലാവിധ ടെൻഷനുകളെയും എനിക്ക് നീക്കിത്തരുന്ന രൂപത്തിൽ വിശുദ്ധ ഖുർആനിനെ എനിക്കാക്കിത്തരണമേ എന്ന പ്രാർത്ഥനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ പ്രാർത്ഥന ഒരാൾ നിർവഹിച്ചാൽ ഇല്ല അദ്ഹബല്ലാഹു ഹമ്മഹു വഅബ്ദലഹു മക്കാന ഹുസ്നിഹി ഫറഹ, അള്ളാഹുവിൻ്റെ എല്ലാ ദുഃഖങ്ങളും നീക്കുമെന്ന് മാത്രമല്ല അതിന് പകരമായി അള്ളാഹുവിന് സന്തോഷം നൽകുമെന്നാണ്. അതുകൊണ്ട് ഓരോ വിശ്വാസിയും ഈ പ്രാർത്ഥന നല്ലവണ്ണം പഠിക്കുക, മനസ്സിലാക്കുക. ഈ സ്ക്രീനിൽ ആ പ്രാർത്ഥനയുടെ വാചകങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് ശ്രദ്ധയോടെ വായിച്ച് ഹൃദയസ്ഥമാക്കാൻ പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുവഴി നമ്മുടെ ജീവിതത്തിൽ എല്ലാ നിലക്കുള്ള സന്തോഷവും അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.